സോ ഹേ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി എന്ന് വെച്ചാൽ വെൽത്ത് ഒരു പരിധി വരെ ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻക്ലൂഡിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഫാക്ടറിയിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നിർമ്മിക്കുക, മൊബൈൽ ഫോൺസ് എന്തെങ്കിലും ലാപ്ടോപ്പൊക്കെ നിർമ്മിക്കുക, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതിനൊക്കെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡസ്ട്രീസ് ചെയ്യുന്നത്. ഒരു ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി കാനോട്ട് ബി അച്ചീവ്ഡ് വിത്തൗട്ട് ഡെവലപ്പിംഗ് ഇറ്റ്സ് ഇൻഡസ്ട്രീസ്. ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നടക്കില്ല. ഇൻഡസ്ട്രി പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ് ടു ദി നാഷണൽ വെൽത്ത് ആൻഡ് ഇൻകം. ഇൻഡസ്ട്രീസ് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും വില്ലേജിലാണ് കൊണ്ടുപോയിട്ട് ഫാക്ടറി വെക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഇത്ര പെർസെൻറ്റേജ് വരെ ടാക്സ് അടക്കേണ്ടത് റെഡ്യൂസ് ചെയ്യുന്ന ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്ര പെർസെൻറ്റേജ് സബ്സിഡി കിട്ടുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും കൊണ്ടൊരു വില്ലേജസിൽ ഈ പറഞ്ഞ പോലെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. കാരണം അവർക്ക് അവിടെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഇളവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻഡസ്ട്രീസ് 4 തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് വെച്ചാൽ കോപ്പറൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് എന്ന് വെച്ചാൽ മാനുഫാക്ചർ, ലാപ്ടോപ്പ് മൊബൈൽ ഫോണൊക്കെ നിർമ്മിക്കുക. ടേഴ്സറി എന്ന് വെച്ചാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്യുക. ഇനി ഒന്നും കൂടി ഉണ്ട് ക്വാട്ടർണറി, അത് മുമ്പോട്ടേക്ക് പഠിക്കും. In the context of Indian economy, the agriculture sector accounts for around 18% of the output. Industrial sector contributes about 28%, remaining 54% is contributed by the service sector. എത്രത്തോളമാണ് നമ്മുടെ വെൽത്തിലേക്ക് ഏതൊക്കെ സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. അഗ്രികൾച്ചർ 18%, ഇൻഡസ്ട്രീസ് 28%, 54% സർവീസ് സെക്ടറുമാണ് ഒരു രാജ്യത്തിൻ്റെ വെൽത്തിലേക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഹൗവർ ഇസ് ഇക്കണോമിക് ഡിപ്പെൻഡൻസ് വിത്ത് ആസ് മച്ച് ആസ് 44%, 25% and 31% of the total population depending on the agriculture industries and service sector respectively. സോ നമ്മുടെ രാജ്യത്തിൽ ഒരു പരിധി വരെ ആൾക്കാർ ഈ പറഞ്ഞ അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും സർവീസ് സെക്ടറും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കാരണം ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണം. അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡ്രസ്സ് ഉടുക്കണമെങ്കിൽ പോലും അതിന് ഇൻഡസ്ട്രീസ് അതിനായിട്ട് ഡ്രസ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡും മറ്റ് ഇൻഡസ്ട്രീസും ആക്ച്വലി ഉണ്ട്. അവരില്ലാതെ ഈ ഡ്രസ്സ് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്തോ ആയിക്കോട്ടെ, എന്ത് ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഇൻഡസ്ട്രീസ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. ബുക്ക് വേണം, ബുക്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ഡ്രസ്സ് വേണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ത്രെഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, സർവീസ് സെക്ടർ, ഇത് മൂന്നില്ലാതെ നമുക്ക് ജീവിക്കാൻ ആക്ച്വലി പറ്റില്ല. സോ അതിന് ബേസിക്കായിട്ട് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ക്വാട്ടർണറി സെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടും. സോ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഇതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്. സോ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യും. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് പറയുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് എൻഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.